കരുനാഗപ്പള്ളി നഗരസഭയിലേക്ക് LDF മാർച്ച് നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് LDF മാർച്ച് സംഘടിപ്പിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് LDFന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. ടൗൺ ക്ലബിൽ നിന്നും ആരംഭിച്ച മാർച്ച് കരുനാഗപ്പള്ളി നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു. CPIM ജില്ലാ സെക്രട്ടറി S. സുദേവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 1544 കോടി രൂപ പദ്ധതി വിഹിതത്തിൽ ഇതിന്റെ ഭാഗമായി DPCയുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് 1,80,000 പ്രോജക്റ്റുകൾക്കാണ് കേരളം. ആ 1,80,000 പ്രോജക്റ്റുകളും ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമായപ്പോൾ LDF ഗവൺമെന്റ് നീക്കിവെച്ച അതേ തുക നീക്കിവെക്കണം. ഈ മുദ്രാവാക്യം CPIMന്റെയോ LDFന്റെയോ മുദ്രാവാക്യമല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടന്നത്. പദ്ധതിയെല്ലാം വെട്ടിച്ചുരുക്കിയത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDFന്റെ ജനപ്രതിനിധികൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രമേയമെത്തിക്കുകയും LDFന് പുരോഗമനമുള്ള പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിൽ അവതരിപ്പിച്ച് അംഗീകരിച്ച പ്രമേയം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട വകുപ്പുമന്ത്രിക്കും ഇതിനിടയിൽ അറിയിച്ചു. J. ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി A. അനിരുദ്ധൻ, G. സുനിൽ, പ്രവീൺ മനക്കൽ, B. ഗോപൻ, M. സുരേഷ് കുമാർ, M. ശോഭന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.